ഷീനാസ് ഫുഡ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ കേരളത്തിന്റെ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. കേരളത്തിന്റെ ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞാൽ എന്താ? ചക്കച്ചുള വറുത്തത് അല്ലേ? അപ്പൊ ചക്ക വറുത്തതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഫ്രഞ്ച് ഫ്രൈസ് ഒന്നുമല്ല, അതിനേക്കാൾ സൂപ്പർ അല്ലേ നമ്മുടെ ചക്ക വറുത്തത്. അപ്പോൾ നമുക്ക് ചക്ക വറുത്തത് എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമ്മുടെ സദ്യകളിലൊക്കെ, വിഷു ആ സമയത്തൊക്കെ ഉള്ള സദ്യകളിലൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ചക്ക വറുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചക്കയാണ്, എന്നതിലത്തെ കുരുവെല്ലാം നമ്മൾ കളയണം. കുരു കളഞ്ഞിട്ട് ചക്ക ഇതുപോലെ ലെങ്ത് വൈസ് ഇങ്ങനെ മുറിച്ചെടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് കട്ടി കൂടരുത് കേട്ടോ. ചക്ക ചുളക്ക് നമ്മളിങ്ങനെ പീസാക്കുമ്പോൾ അതുപോലെ ഒരുപാട് തിന്നായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കട്ടി അധികം കൂടണ്ട. ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ അതിന് കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ടാവും കേട്ടോ ചക്കച്ചുള. സാധാരണ ഇതുപോലെ ഒരു മീഡിയം തിക്നെസ്സിലാണ് നമ്മൾ ഉണ്ടാക്കുക. ഒരുപാട് തിന്നാവൂല, ഒരുപാട് കട്ടി ആവൂല. അപ്പോഴാണ് വറുക്കാനും തിക്കായി കഴിഞ്ഞാൽ അത് വറുക്കാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഇതാണ് കറക്റ്റ് കേട്ടോ. ഇപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് ചക്ക വറുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അത്യാവശ്യം കുറച്ച് എണ്ണ വേണം, ഇത് മുങ്ങി കിടക്കുന്ന രീതിയിലാവണം. നന്നായി ചൂടായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചക്കച്ചുള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ. നല്ല ചൂടായി കഴിഞ്ഞാൽ ഇട്ടാൽ മതി. അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചക്കച്ചുള എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ, ഒരുപാട് ബ്രൗൺ ആവണ്ട, ലൈറ്റ് ബ്രൗൺ. ചിലർക്ക് തീരെ കളറില്ലാതെയാവും ഇഷ്ടം, പക്ഷെ അത് വേണ്ട. കുറച്ച് നമ്മൾ വാങ്ങിക്കുന്ന ചക്കയുടെയൊക്കെ ഒരു കളർ ഉണ്ടല്ലോ, ആ കളർ ആവുന്ന വരെ ഇത് നന്നായിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ചക്ക വറുത്തത് റെഡിയായി വരുന്നുണ്ട്. ഇതിങ്ങനെ പൊള്ള വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം ഇത് ഏകദേശം ആയി തുടങ്ങി എന്നുള്ളത്. കുറച്ചും കൂടെ ഒരു കളർ വരുമ്പോൾ, ഒന്നും കൂടെ പൊള്ളച്ച് വരുമ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റാം കേട്ടോ, ഉപ്പ് ചേർത്തിട്ട്. അപ്പോൾ ചക്ക വറുക്കുന്നതിലേക്ക് നമുക്ക് ഉപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കുക, അല്ലാതെ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഉപ്പ് വെതറല്ല, അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഉപ്പ് നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ചക്ക ആവുന്ന സമയത്ത്, നന്നായി മുരിങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കും കേട്ടോ. ഇപ്പോൾ ചക്ക വറുത്തത് ശരിയായി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക്, നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, ഈ സമയത്ത് വേണം നമുക്ക് ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഉപ്പ് വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്ന് പൊട്ടിത്തെറിക്കും, പക്ഷെ സാരില്ല, അതാ പൊട്ടിത്തെറിക്കണ സൗണ്ടോട് കൂടി നമുക്ക് നിർത്തണം. ആ സൗണ്ട് നിൽക്കണോട് കൂടി നമുക്കിത് എടുക്കണം കേട്ടോ. ചക്ക റെഡി ആവുന്നതിന് മുന്നേ നിങ്ങൾ ഉപ്പുവെള്ളം ഒഴിക്കരുത്. അപ്പം അത് കറക്റ്റ് വേവില്ല, അത് കറക്റ്റ് ചക്ക വറുത്തത് പോലെ ആയി വരില്ല, ഒന്ന് ഉണങ്ങിയ പോലെ ആവും കേട്ടോ. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. നമ്മുടെ അടിപൊളി ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വറുത്തതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.